മന്ത്രി കെ രാജനാണ് നമ്മോടൊപ്പം ചേരുന്നത്. രാജേട്ടാ, ഇന്നത്തെ പ്രസംഗം ഇതുവരെ കേട്ടതുപോലെ ആയിരുന്നില്ല. വളരെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരുപാട് മിഴി നനഞ്ഞ പോലൊരു തോന്നൽ. ഞാൻ വളരെ ആവേശത്തിൽ രാവിലെ തൊട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്കൊന്ന് പോയി. ഇങ്ങനെ മനസ്സിൽ നിറച്ച ഓർമ്മകളാണ്. ലത ചേച്ചി എൻ്റെ മോതിരം കാട്ടിയിട്ട് എന്നോട് പറഞ്ഞു, മോനെ അന്ന് നീ സംഘടിപ്പിച്ചു തന്ന അവരുടെ മോതിരം, ഭർത്താവ് കയ്യിലിട്ട മോതിരം കാണാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് അന്വേഷിച്ച് നടന്നത്. മാനന്തവാടി സബ് കളക്ടർ കയ്യിൽ കിട്ടിയത് തെരഞ്ഞും പിടിച്ചും അവസാനം ലത ചേച്ചിയുടെ കയ്യിലേക്ക് ആ മോതിരം വന്നു. ശോഭിത ചേച്ചിക്ക് 92 നമ്പർ വീട് കിട്ടി. എന്നോട് പറഞ്ഞു, കെട്ടിപ്പിടിച്ച് കരയുന്നതിനൊക്കെ ഒരു സമയക്രമമില്ലേ, നമ്മളും കൈവിട്ടു പോകും, നമ്മളും മനുഷ്യന്മാരല്ലേ. അപ്പം എന്നോട് പറഞ്ഞു, 92 നമ്പർ വീടിന് എൻ്റെ മോളാണ്, നിങ്ങളെൻ്റെ മോളെ തിരിച്ചു തന്നു. ശോഭ ചേച്ചിയുടെ മോള് പോയത് എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. വത്സല ചേച്ചി, ഓമന ചേച്ചി, നമ്മുടെ ഈ ചേച്ചിമാരെല്ലാവരും കൂടി അങ്ങ് പഴയ ഓർമ്മകളിലേക്ക് അങ്ങ് കൊണ്ടുപോയി. അതിൻ്റെ ഒരു വികാരത്തള്ളിച്ചാണ്. പിന്നെ ക്രമീകരിക്കാൻ പറ്റിയെന്നുള്ളതിലാണ് ഒരു ആത്മവിശ്വാസം. ഞാൻ സി എമ്മിനോട് അധ്യക്ഷ പ്രസംഗം തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, വണ്ടി ഓടുന്നു തോന്നുന്നില്ല എനിക്ക്, ഒരു 5 മിനിറ്റ്, ഞാൻ 2 മണിക്കൂർ പ്രസംഗിക്കുന്ന ആളാണ്. സി എമ്മിനോട് പറഞ്ഞൊരു 15 മിനിറ്റ് പ്രസംഗിച്ചോ, കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമാക്കി, താനല്ല ചുമതലക്കാരൻ. ഞാൻ പറഞ്ഞത് 5 മിനിറ്റ് കൂടുതൽ ഓടുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇടയിൽ മൈക്കൊന്ന് കേടായതുകൊണ്ട് കുറച്ച് നേരം ആ വികാരത്തിൽ നിന്നൊന്ന് മാറി. അപ്പം അതിൻ്റെ ഒപ്പം നിൽക്കാൻ പറ്റി. വല്ലാത്ത വികാരപരമായിട്ടുള്ള അനുഭവമാണ്. ജൂലൈ 30 തുടങ്ങിയാൽ ഇങ്ങോട്ട് വരുന്നൊരു കാലയളവ് വരെ വളരെ വികാരപരമായിട്ടുള്ള ഒരു അനുഭവങ്ങളുടെ തള്ളിച്ചയാണ്. അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ വരും. പക്ഷെ ഭയങ്കര ആത്മവിശ്വാസമാണ്. ഈ ഷൗക്കത്തിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഷൗക്കത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ഒക്കെ ഒരു സന്തോഷം കാണുമ്പോൾ കണ്ണ് നനഞ്ഞു പോകും. പക്ഷേ നമ്മൾ തിരിച്ചു പിടിച്ചു ഈ സമൂഹത്തെ. മരണപ്പെട്ട് 298 പേരെ ഇനി തിരിച്ചു പിടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മണ്ണിൽ ആണ്ടുപോയവരുടെ ബാക്കി ഉള്ളവരെ തിരിച്ച് ഒരു നഗരത്തിലേക്ക് കൊണ്ടുവരിക, ആരും വിശ്വസിക്കാത്തൊരു കാര്യം. നിങ്ങൾ കിട്ടുന്ന കാശ് വീതിച്ചെടുത്തോളാനാണ് ആൾ പറഞ്ഞത്. ഇതൊരു കൊള്ളസംഘമല്ലല്ലോ കിട്ടുന്ന കാശ് വീതിച്ചെടുക്കാൻ. അവർക്ക് സുരക്ഷിതമായ ഭവനവും സുരക്ഷിതമായ ജീവനുമാണ് അവർക്ക് ആവശ്യം. ഇന്ന് പട്ടയം കൊടുത്തു, ഇന്ന് അവരുടെ ഇലക്ട്രിസിറ്റിയുടെ കരമടച്ചു, പട്ടയത്തിൻ്റെ പണമടച്ചു, കൃത്യം രേഖകളോടുകൂടി ഈ ഗവൺമെൻറ് മുന്നിൽ. ദുരന്തം നടന്ന ദിവസം മുതൽ അങ്ങ് ഇവിടെ ഉണ്ട്. ഈ നിമിഷത്തും എന്താണ് തോന്നുന്നത്? വലിയ അഭിമാനം. പുഞ്ചിരി മുറ്റത്ത് തട്ടിത്തകർന്ന ജീവിതങ്ങൾ ഈ മുറ്റത്ത് പുഞ്ചിരിച്ചു. അതാണ് ഏറ്റവും വലിയ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കൈവരിച്ചതെന്ന് മന്ത്രി കെ രാജൻ പറയുമ്പോൾ അതിന് പിന്നിലെ കണ്ണീർ അദ്ദേഹം ഓർത്തെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ കൂടി അദ്ദേഹം നമ്മോട് പങ്കുവെക്കുകയായിരുന്നു. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.